ലോകത്തിലെ ഏറ്റവും മാരകമായ മൃഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഗർജിക്കുന്ന ഒരു സിംഹമോ, ഭീമാകരമായ ഒരു സ്രാവോ, കൊത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഷപ്പാമ്പോ? ഏറ്റവും അപകടകാരികളായ മൃഗങ്ങൾക്ക് പലപ്പോഴും ഭീഷണി ഉണ്ടാക്കുന്ന രൂപമില്ല എന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. വാസ്തവത്തിൽ ചിലത് അത്ര ചെറുതാണ്, നിങ്ങൾ അവയെ ശ്രദ്ധിക്കുക പോലുമില്ല. മറ്റു ചിലത് ഒരുപക്ഷെ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്നവരാകാം. ഈ വീഡിയോയിൽ കെട്ടുകഥകളോ ഹോളിവുഡ് സിനിമകളോ അല്ലാതെ യാഥാർത്ഥ്യ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലുന്ന ആദ്യത്തെ 5 മൃഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ മറക്കരുത്. കാരണം ഈ ലിസ്റ്റിലെ 1-ാം നമ്പർ കൊലയാളി നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏതൊരു വേട്ടക്കാരനേക്കാളും അത് മാരകമാണ്. 5-ാം സ്ഥാനത്ത് വരുന്നത് നായകളാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ലോകത്തെ മനുഷ്യരെ ഏറ്റവും അധികം കൊല്ലുന്നവരിൽ ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ വളർത്തു നായയെ പേടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇത് ശരിക്കും എന്താണെന്ന് വ്യക്തമാക്കാം. ഓരോ വർഷവും ഏകദേശം 25,000 ആളുകൾ പേവിഷബാധയേൽക്കുന്നു. ഇത് അണുബാധയേറ്റ നായകളിൽ നിന്ന് സാധാരണയായി കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന മാരകമായ ഒരു വൈറസാണ്. മൃഗങ്ങളുടെ വാക്സിനേഷൻ സാധാരണമായ വികസിത രാജ്യങ്ങളിൽ ഇതൊരു പ്രശ്നമല്ല. എന്നാൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും ദാരിദ്ര്യ പ്രദേശങ്ങളിലും തെരുവു നായകൾ സ്വതന്ത്രമായി കറങ്ങുന്നു. അതുകൊണ്ട് പേവിഷബാധ നിയന്ത്രിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതിനാൽ നായകൾ പൊതുവെ സ്നേഹമുള്ളതും വിശ്വസ്തരുമായ മൃഗങ്ങളാണെങ്കിലും ശരിയായ പൊതുജന ആരോഗ്യം നടപടികളില്ലാതെ തെരുവ് നായകളോ അണുബാധയേറ്റ നായകളോ അപകടകാരികളായേക്കാം. നമ്മളുടെ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് ഉള്ളത് പാമ്പുകളാണ്. ലോകത്ത് 3000-ലധികം പാമ്പ് വർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഏകദേശം 600 എണ്ണം മാത്രമാണ് വിഷമുള്ളവ. അവയിൽ ചിലത് മാത്രമാണ് പാമ്പ് കടി മൂലമുള്ള ഭൂരിഭാഗം മരണങ്ങൾക്കും കാരണം. റസൽ വൈപ്പർ, ഇന്ത്യൻ കോബ്ര, ബ്ലാക്ക് മമ്പ, സ്ലോ സ്കെയിൽഡ് വൈപ്പർ തുടങ്ങിയ പാമ്പുകൾ മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് കുപ്രസിദ്ധമാണ്. ഓരോ വർഷവും 50,000 മുതൽ 1,00,000 വരെ ആളുകൾ പാമ്പ് കടിച്ചു മരിക്കുന്നു. കൂടുതലും ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലുമാണ്. ഇതിലെ ഭയാനകമായ ഭാഗം ഇതാണ്: ഈ മരണങ്ങൾ ഭൂരിഭാഗവും കൃത്യസമയത്ത് ആന്റിവെനമോ വൈദ്യസഹായമോ ലഭിക്കാത്തത് കൊണ്ടാണ്. ഒരു നെൽവയലിൽ ജോലി ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു കാട്ടിലൂടെ ചെരുപ്പില്ലാതെ നടക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് കടിയേൽക്കുന്നു. വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും പലർക്കും കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയോ അവയവങ്ങൾ തകരാറിലാകുകയോ ചെയ്യുന്നത് പോലുള്ള സ്ഥിരമായ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അങ്കോള പ്രശ്നം വളരെ ഗുരുതരമായതിനാൽ ലോകാരോഗ്യ സംഘടന 2017-ൽ പാമ്പ് വിഷബാധയെ അവഗണിക്കപ്പെട്ട ഒരു ഊഷ്ണ മേഖല രോഗമായി പ്രഖ്യാപിച്ചു. ഈ നിശബ്ദ കൊലയാളികൾ ഇരയെ പിന്തുടരുന്നില്ല, അവ കാത്തിരിക്കുക മാത്രം ചെയ്യുന്നു. ചുറ്റുപാടുമായി ലയിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ ആക്രമിക്കും. ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ള മൃഗം കാഴ്ചയിൽ അത്ര ചെറുതാണെങ്കിലും അതിനെ മാരകമെന്ന് വിളിക്കുന്നത് തമാശയായി തോന്നാം. കാരണം 3-ാം സ്ഥാനത്തുള്ളത് ശുദ്ധജല ഒച്ചുകളാണ്. ഈ ഒച്ചുകൾ സിസ്റ്റോസോമ എന്ന പാരസൈറ്റിനെ വഹിക്കുന്നു. ഇത് സിസ്റ്റോസോമിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നു. ബിൽഹാർസിയ എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് എത്രത്തോളം മാരകമാണ്! ഓരോ വർഷവും ഈ രോഗം മൂലം ഉണ്ടാകുന്ന സങ്കീർണതാൽ 2,00,000-ലധികം ആളുകൾ മരിക്കുന്നു. മലിനമായ ശുദ്ധജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ആളുകൾക്ക് അണുബാധ ഉണ്ടാകുന്നത്. സാധാരണമായി കുളിക്കുമ്പോഴോ മീൻ പിടിക്കുമ്പോഴോ തുണി കഴുകുമ്പോഴോ ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ പാരസൈറ്റുകൾ ചർമ്മത്തിലൂടെ തുളച്ചു കയറി രക്തത്തിലൂടെ സഞ്ചരിച്ച് കാലക്രമേണ മനുഷ്യ ശരീരത്തിന്റെ ലിവർ, ബ്ലാഡർ, തലച്ചോർ എന്നിവയെ നശിപ്പിക്കുന്നു. ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും കിഴക്കൻ ഏഷ്യയുടെയും ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ശുചിത്വമില്ലാത്ത പ്രദേശങ്ങളിൽ അണുബാധ വളരെ സാധാരണമാണ്. ഇതൊരു മന്ദഗതിയിലുള്ള കൊലയാളിയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ നിശബ്ദമായി ബാധിച്ചുകൊണ്ട് ഇത് കൊല്ലുന്നു. 2-ാം സ്ഥാനം ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരിക്കും: മനുഷ്യർ. അതെ, നമ്മൾ നമ്മളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. കൊലപാതകം, യുദ്ധം, ആക്രമണശക്തമായ കുറ്റകൃത്യങ്ങൾ, ഭീകരവാദം എന്നിവയിലൂടെ ഓരോ വർഷവും 4,00,000-ലധികം മനുഷ്യരെ മനുഷ്യൻ തന്നെ കൊല്ലുന്നു. അതെ, നമ്മൾ ഏറ്റവും ന്യൂനതമായ സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നു, കവിതകൾ എഴുതുന്നു, ആളുകളെ ചന്ദ്രനിലേക്ക് അയക്കുന്നു. എന്നിട്ട് നമ്മൾ ഭൂമിയിലെ ഏറ്റവും ആക്രമണശക്തമായ ജീവിവർഗങ്ങളിൽ ഒന്നായി തുടരുന്നു. സ്വന്തം വർഗത്തിന് ഇത്രയും അധികം ദുരിതം വരുത്തിവെച്ച മറ്റൊരു മൃഗവുമില്ല. നഗരങ്ങളിലെ തോക്കാക്രമണം മുതൽ ആഭ്യന്തര യുദ്ധങ്ങളും വംശഹത്യകളും വരെ നാശനഷ്ടം ഭയാനകമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റു മൃഗങ്ങൾ അത്യാവശ്യത്തിനോ സഹജമായ വാസന കൊണ്ടോ കൊല്ലുമ്പോൾ മനുഷ്യൻ ഉദ്ദേശത്തോടെ കൊല്ലുന്നു. അതാണ് ഒരുപക്ഷെ ഏറ്റവും ഭയാനകമായ വസ്തുത.
ഒടുവിൽ ലോകത്തിലെ ഒന്നാം നമ്പർ മാരകമായ മൃഗം ഇതൊരു വേട്ടക്കാരനല്ല, ഇതിന് നഖങ്ങളോ വിഷമോ ഇല്ല, ഇത് ആക്രമണത്തോടെ കടിക്കുക പോലുമില്ല. അതാണ് കൊതുക്. ഓരോ വർഷവും 1 ദശലക്ഷത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു ചെറിയ പ്രാണിയാണിത്. അപ്പോൾ ഇത്രയും ചെറിയ ഒരു ജീവി എങ്ങനെയാണ് ഇത്രയും അധികം മരണങ്ങൾക്ക് കാരണമാകുന്നത്? ഈ ജീവി ഒരു മാരകമായ രോഗവാഹനമാണ്. ഇത് ഇനി പറയുന്ന രോഗങ്ങൾ പകർത്തുന്നു: മലേറിയ, ഡെങ്കിപ്പനി, സീക്ക വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ്. ഈ കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുക്കുന്നു. ഊഷ്മളവും ഈർപ്പവുമുള്ളതുമായ ചുറ്റുപാടുകളിൽ വളരുന്നു, പ്രത്യേകിച്ച് ശുചിത്വവും ആരോഗ്യ സംരക്ഷണവും കുറഞ്ഞ വികസ്വര രാജ്യങ്ങളിൽ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളവർ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ. അവിടെ മലേറിയ ഇപ്പോഴും ഒരു പ്രധാന കൊലയാളിയാണ്. കീടനാശിനി ഉപയോഗിച്ച നനച്ച വലകൾ, വാക്സിനേഷൻ, പുകയിടൽ എന്നിവ പോലുള്ള പ്രതിരോധ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൊതുക് പൊതുജന ആരോഗ്യത്തിന്റെ ഒന്നാം നമ്പർ ശത്രുവായി തുടരുന്നു. അങ്ങനെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലുന്ന 5 മൃഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിതാ: നായകൾ പേവിഷബാധയിലൂടെ, പാമ്പുകൾ വിഷം തീണ്ടിയുള്ള കടി, ശുദ്ധജല ഒച്ചുകൾ, പാരസൈറ്റ് അണുബാധ, മനുഷ്യർ ആക്രമണവും യുദ്ധവും, ഒടുവിൽ ചെറിയ കൊതുക്, ഒരു നിശബ്ദ വായുവിലൂടെയുള്ള കൊലയാളി. ഈ ലിസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യാഥാർത്ഥ്യ അപകടം എപ്പോഴും ഗർജിക്കുകയോ മുലളിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ചെവിയിൽ മൂളുകയോ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒളിച്ചിരിക്കുകയോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. See you soon.